السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين ونصلي ونسلم على رسوله الأمين وعلى آله وصحبه أجمعين أما بعد. സ്നേഹാദരണീയരായ സഹോദരങ്ങളെ, അൽ ഉസൂലു സലാസ എന്ന പ്രസിദ്ധമായ റിസാലയാണ് നമ്മൾ വിശദീകരിച്ചു കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നാം വിശദീകരിച്ചത് ഓരോ മനുഷ്യനും വളരെ അനിവാര്യമായും അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനമായ 4 മസായിലുകൾ, 4 മസ്അലകൾ. ആ മസ്അലകളിൽ ആദ്യത്തെ 3 എണ്ണമാണ് നമ്മൾ ഇപ്പോൾ വിശദീകരിച്ചു കഴിഞ്ഞത്. ഒന്നാമത്തേത് അറിവ് നേടലാണ്. അള്ളാഹുവിനെ സംബന്ധിച്ചും അവൻ്റെ ദീനിനെ സംബന്ധിച്ചും അവൻ്റെ പ്രവാചകനെ സംബന്ധിച്ചുമുള്ള അറിവ്. ആ അറിവ് നേടിക്കഴിഞ്ഞാൽ മനസ്സിലാക്കിയ നേടിയ അറിവനുസരിച്ച് അമല് ചെയ്യലാണ്. അതാണ് രണ്ടാമത്തെ മസ്അല. മൂന്നാമത്തെ മസ്അല ആ മനസ്സിലാക്കിയ സത്യത്തിലേക്ക് ക്ഷണിക്കലാണ്, ദഅവത്ത് നടത്തലാണ്. ഈ 3 കാര്യങ്ങളാണ് മഹാനായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹു തആല തൻ്റെ അൽ ഉസൂലു സലാസ എന്ന പ്രസിദ്ധമായ റിസാലയുടെ ആദ്യ ഭാഗത്ത് പറയുന്ന 4 മസ്അലകളിൽ 3 എണ്ണം. ഈ 3 എണ്ണം നമ്മൾ വിശദീകരിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് മനസ്സിലാക്കുവാനുള്ളത് അർ-റാബിഅ, 4ാമത്തെ മസ്അലയാണ്. എന്താണ് 4ാമത്തെ മസ്അല? അസ്സബ്റു അലൽ അദാ ഫീഹി, അതിൻ്റെ പേരിൽ അനുഭവിക്കേണ്ടി വരുന്ന പ്രയാസങ്ങളിൽ ക്ഷമിക്കലാണ്. അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കുമ്പോൾ ആ മാർഗത്തിൽ പ്രയാസങ്ങൾ നേരിടുമ്പോൾ ആ പ്രയാസങ്ങളിൽ ക്ഷമ കൈക്കൊള്ളുക എന്നതാണ് 4ാമതായി നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട മസ്അല. അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്ന ഒരു പ്രബോധകൻ, അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് ദഅവത്ത് നടത്തുന്ന ഒരു ദായി, ആ ദായിയെ സംബന്ധിച്ചിടത്തോളം ആ മാർഗത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ തരണം ചെയ്യേണ്ടി വരും, ഒരുപാട് ബുദ്ധിമുട്ടുകൾ സഹിക്കേണ്ടി വരും. ആ മാർഗത്തിൽ പരീക്ഷിക്കപ്പെടാൻ സാധ്യതയുണ്ട്, ഉപദ്രവങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്, ബഹിഷ്കരണങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരും. പല നിലക്കുള്ള പ്രതിസന്ധികൾ പ്രബോധന മാർഗത്തിൽ ഒരു പ്രബോധകൻ അഭിമുഖീകരിക്കേണ്ടി വരും എന്ന കാര്യം തീർച്ചയാണ്. ആ മാർഗത്തിലൊക്കെ, ആ ഉണ്ടാകുന്ന പ്രയാസങ്ങളിലൊക്കെ ക്ഷമ കൈക്കൊണ്ട് ഉറച്ചു നിൽക്കാൻ ഒരു പ്രബോധകന്, അതല്ലെങ്കിൽ നാം മനസ്സിലാക്കിയ സത്യം മറ്റുള്ളവർക്ക് അറിയിച്ചു കൊടുക്കുമ്പോൾ ആ മാർഗത്തിൽ നമുക്കുണ്ടാകേണ്ട 4ാമത്തെ ഗുണമാണ്, നാം പഠിക്കേണ്ട മസ്അലയാണത്. വഖദ് യനാലുഹു മിനൽ അദാ അശദ്ദ അൻവാഇഹി ഫിദ്ദുനിയ എന്നാണ് പണ്ഡിതന്മാരതിന് ശറഹ് നൽകിയപ്പോൾ പറഞ്ഞത്. ദുനിയാവിൽ അനുഭവിക്കേണ്ടി വരുന്ന കടുത്ത പരീക്ഷണങ്ങൾ ഒരുപക്ഷെ പ്രബോധന മാർഗത്തിൽ സഹിക്കേണ്ടി വരും, അഭിമുഖീകരിക്കേണ്ടി വരും, പ്രയാസങ്ങൾ ഉണ്ടാവുക സ്വാഭാവികമാണ്. അപ്പോൾ ആ പ്രയാസങ്ങളിൽ ക്ഷമ കൈക്കൊള്ളുക എന്നതാണ് 4ാമത്തെ മസ്അല. അങ്ങനെ ഒരു പ്രബോധകൻ, ഒരു ദായി പ്രബോധന പാതയിൽ പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകുമ്പോൾ ക്ഷമിക്കുകയാണെങ്കിൽ 2 പ്രധാനമായ ഗുണങ്ങളാണ് അയാൾ നേടിയെടുക്കുന്നത്. ഒന്നാമത്തെ ഗുണം ലിഅന്നഹു യസ്ലുകു ത്വരീഖൽ അംബിയാഇ വൽ മുർസലീൻ, ആ ക്ഷമ എന്ന മഹനീയമായ ഗുണം അയാൾ സ്വീകരിക്കുന്നതോടെ ആ ദാഇയ പ്രബോധകൻ പ്രവേശിക്കുന്നത് അംബിയാക്കന്മാരുടെയും മുർസലീങ്ങളുടെയും പാതയിലേക്കാണ്. ഫഹും, അവരാകട്ടെ ഖദ് സബഖൂഹു ബിദ്ദഅവ, അവൻ്റെ മുമ്പേ പ്രബോധന പ്രവർത്തനങ്ങൾ നിർവഹിച്ച് അവന് മുമ്പേ കടന്നുപോയവരാണ്. വസബഖൂഹു ഐളൻ
ബിമാ നാലഹും മിനൽ അദാ വന്നസബ്. മാത്രമല്ല ആ പ്രബോധന മാർഗത്തിൽ അവർ ഒരുപാട് ഉപദ്രവങ്ങളും പ്രയാസങ്ങളും അവർ സഹിക്കുകയുണ്ടായി. അങ്ങനെ അള്ളാഹുവിൻ്റെ ദീന് പ്രബോധനം ചെയ്തപ്പോൾ ഉപദ്രവങ്ങളും പ്രയാസങ്ങളും പീഡനങ്ങളും ഉണ്ടായപ്പോൾ ക്ഷമിച്ച അമ്പിയാക്കന്മാരുടെ മുർസലീങ്ങളുടെ പാതയിലേക്കാണ് യഥാർത്ഥത്തിൽ അവൻ പ്രവേശിക്കുന്നത്. സ്വാഭാവികമാണ് പരീക്ഷണം ഉണ്ടാവുക എന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ അങ്കബൂത്തിലെ 2-3 വചനങ്ങളിലൂടെ ഈ വിഷയത്തെ സംബന്ധിച്ച് വിശദമായി നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അല്ലാഹു പറയുന്നത്, അഹസിബന്നാസു അൻ യുത്രകു അൻ യഖൂലു ആമന്നാ വഹും ലാ യുഫ്തനൂൻ. അഹസിബന്നാസ്, ജനങ്ങൾ വിചാരിക്കുന്നുണ്ടോ, അൻ യുത്രകു, അവരെ ഉപേക്ഷിക്കപ്പെടുമെന്ന്, അൻ യഖൂലു ആമന്നാ, ഞങ്ങൾ വിശ്വാസികളായിരിക്കുന്നു എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ മാത്രം അവരെ ഉപേക്ഷിക്കപ്പെടുമെന്ന് ജനങ്ങൾ വിചാരിക്കുന്നുണ്ടോ, വഹും ലാ യുഫ്തനൂൻ, അവർ പരീക്ഷിക്കപ്പെടാതെ. ഞാനൊരു വിശ്വാസിയാണ് എന്നൊരാൾ പ്രഖ്യാപിച്ചത് കൊണ്ട് മാത്രം പരീക്ഷണങ്ങളില്ലാതെ അയാളെ അള്ളാഹു ഉപേക്ഷിക്കുകയില്ല. മറിച്ച് അല്ലാഹു പറയുന്നത്, വലഖദ് ഫതന്നല്ലദീന മിൻ ഖബ്ലിഹിം, അവർക്ക് മുമ്പുണ്ടായിരുന്ന അവരുടെ മുൻഗാമികളെ നാം പരീക്ഷിച്ചിട്ടുണ്ട്. ഫലയഅലമന്നല്ലാഹുല്ലദീന സ്വദഖു വലയഅലമന്നൽ കാദിബീൻ. ആരാണ് വ്യാജവാദികളെന്നും ആരാണ് സത്യസന്ധന്മാരെന്നും അള്ളാഹു അറിയുക തന്നെ ചെയ്യും. അപ്പോൾ ഈമാനിക മേഖലയിൽ വിശ്വാസം സ്വീകരിച്ചത് കൊണ്ട് മാത്രമായില്ല പരീക്ഷണങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരും. അങ്ങനെയുള്ള പരീക്ഷണങ്ങൾ വരുമ്പോൾ ആ മാർഗത്തിൽ ക്ഷമ കൈക്കൊള്ളണം. പ്രത്യേകിച്ച് ഒരു പ്രബോധകൻ, അതിലൂടെ അവൻ മഹാന്മാരുടെ അമ്പിയാക്കന്മാരുടെ സലഫുകളുടെ മാർഗത്തിലാണ് എത്തിച്ചേരുന്നത്. ഒന്നാമത്തെ പ്രത്യേകത. ഇനിയൊരു ദായി പ്രബോധന മാർഗത്തിൽ അനുഭവിക്കുന്ന പ്രയാസങ്ങളിൽ ക്ഷമിക്കുമ്പോൾ രണ്ടാമതായി അയാൾ നേടുന്നത് മഹത്തായ പ്രതിഫലമാണ്. അയാൾ അനുഭവിക്കുന്ന പരീക്ഷണത്തിന്റെ, പീഡനത്തിന്റെ, ഉപദ്രവത്തിന്റെ തോതനുസരിച്ച് അയാളുടെ പ്രതിഫലത്തിൽ വർധനവുണ്ടാകും. അള്ളാഹു അയാൾക്ക് നൽകുന്ന പ്രതിഫലത്തിൽ ഏറ്റവ്യത്യാസമുണ്ടാകും. മഹാനായ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരിക്കൽ ചോദിക്കപ്പെട്ടു. ഇമാം തിർമിദി റിവായത്ത് ചെയ്ത് രേഖപ്പെടുത്തിയ ഒരു ഹദീസിൽ, സ്വഹീഹായ ഹദീസിൽ നമുക്ക് കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് അവിടുത്തെ സ്വഹാബാക്കളിൽ നിന്ന് ചോദ്യമുണ്ടാവുകയാണ്. എന്താണ് ചോദ്യം? അയ്യുന്നാസി അശദ്ദു ബലാഅൻ. അള്ളാഹുവിൻ്റെ തിരുദൂതരെ, ജനങ്ങളിൽ വെച്ച് ഏറ്റവും കടുത്ത പരീക്ഷണം നേരിടേണ്ടത് ആരാണ്? ജനങ്ങളിൽ വെച്ച് ഏറ്റവും കടുത്ത പരീക്ഷണങ്ങൾക്ക് വിധേയമാകുന്നത് ആരാണ്? ഖാല, അവിടുന്ന് പറഞ്ഞു, അൽ അംബിയാഉ, പ്രവാചകന്മാരാണ് ഏറ്റവും കടുത്ത പരീക്ഷണങ്ങൾക്ക് വിധേയരാകുന്നവർ. സുമ്മൽ അംസലു ഫൽ അംസലു, പിന്നെ അവർക്ക് താഴെ ഈമാനിന്റെ കാറ്റഗറി അനുസരിച്ച് ഓരോരുത്തരും പരീക്ഷിക്കപ്പെടും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുന്നു, ഫയുബ്തല റജുലു അലാ ഹസബി ദീനിഹി, ഒരു മനുഷ്യൻ അവന്റെ ദീനനുസരിച്ച് അവന് പരീക്ഷണങ്ങൾ ഉണ്ടാകും. ഫഇൻ കാന ദീനുഹു സുൽബൻ, അവന്റെ ദീന് ഉറച്ചതാണെങ്കിൽ, അതായത് ശക്തമായ ദീനുള്ളവനാണെങ്കിൽ, ഇഷ്തദ്ദ ബലാഉഹു, അവന് പരീക്ഷണങ്ങൾ ശക്തമാകും. നല്ല ദീനനുസരിച്ച്, ദീനിന്റെ നിയമങ്ങൾ, നിർദ്ദേശങ്ങൾ, അള്ളാഹിന്റെ കൽപ്പനകൾ അനുസരിച്ച് ഉറച്ചു നിൽക്കുന്ന, ദീനിൽ ഉറച്ചു നിൽക്കുന്ന ഒരാൾക്ക് പരീക്ഷണങ്ങൾ കൂടും. വഇൻ കാന ഫീ ദീനിഹി റിഖ്ഖ, ഒരാളുടെ മതത്തിൽ നേർമയുണ്ട്, കുറവുണ്ട്, ന്യൂനതകളുണ്ട് എങ്കിൽ ഇബ്തുലിയ അലാ ഹസബി ദീനിഹി, അയാളുടെ ദീനിന്റെ അനുസരിച്ച് അയാൾ എത്ര കണ്ട് ദീനിനോട് അയാൾ പ്രതിപത്തി പുലർത്തുന്നു, അള്ളാഹുവിന്റെ നിയമങ്ങൾ അനുസരിക്കുന്നു, അതനുസരിച്ച് അയാൾ പരീക്ഷിക്കപ്പെടുന്നതാണ്. അപ്പോൾ ഈമാനിന്റെ തോതനുസരിച്ച് പരീക്ഷണങ്ങൾ കൂടുമെന്നാണ് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അതിനാൽ നാലാമതായി നമുക്കെല്ലാവർക്കും ഉണ്ടാകേണ്ട ഗുണം, പ്രത്യേകിച്ചൊരു പ്രബോധകനുണ്ടാകേണ്ട ഗുണം, ക്ഷമിക്കുക. അറിഞ്ഞ കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പകർന്നു നൽകുമ്പോൾ ഉണ്ടാകുന്ന ഉപദ്രവങ്ങളിൽ ക്ഷമിക്കുക. അവൻ മനസ്സിലാക്കണം, ഞാൻ ഈ സഹിക്കുന്ന ഉപദ്രവങ്ങളെല്ലാം അള്ളാഹു എന്നെ പരീക്ഷിക്കാൻ വേണ്ടിയുള്ളതാണ്. വഹാദിഹിൽ മകാരിഹു വൽ അദാ ഇംതിഹാനും മിനല്ലാഹി സുബ്ഹാനഹു വ തആല, ഞാൻ അനുഭവിക്കുന്ന ഈ ബുദ്ധിമുട്ടുകൾ, ഈ എനിക്കനിഷ്ടകരമായ ഈ കാര്യങ്ങൾ, ഇംതിഹാനും മിനല്ലാഹ്,
അള്ളാഹുവിങ്കൽ നിന്നുള്ള പരീക്ഷണമാണ്. എന്തിനാണ് അള്ളാഹു എന്നെ പരീക്ഷിക്കുന്നത്? ലിയന്ദുർ, അവൻ നോക്കാൻ വേണ്ടി, അതസ്ബുത അം തതറാജ, നീ ആ മാർഗത്തിൽ ഉറച്ചു നിൽക്കുമോ സഹോദര, അതല്ല നീ പിന്തിരിഞ്ഞു പോകുമോ എന്ന് നിന്നെ പരീക്ഷിക്കാനാണ്. ഒരു പ്രബോധകൻ മനസ്സിലാക്കേണ്ട കാര്യം. അതേപോലെ അതസ്ബിർ അം തതഅഖർ, നീ ക്ഷമിച്ചു നിൽക്കുമോ, അതല്ല ഈ പരീക്ഷണങ്ങൾ വന്നതോടുകൂടെ മതം ഉപേക്ഷിച്ച് അതല്ലെങ്കിൽ പ്രബോധനം ഉപേക്ഷിച്ച് ഒരു മൂലയിലിരിക്കുമോ എന്ന് അള്ളാഹു പരീക്ഷിക്കാനാണ്. എത്രയോ ആളുകൾ മതപ്രബോധന മേഖലയിൽ, അള്ളാഹുവിൻ്റെ ദീന് പ്രബോധനം നിർവഹിക്കുന്ന മേഖലയിൽ ആവേശഭരിതരായിരുന്നു. പക്ഷേ ഒരു പരീക്ഷണം നേരിട്ടപ്പോൾ, ഒരു പ്രതിസന്ധി കടന്നു വന്നപ്പോൾ അവിടെ ക്ഷമ കൈക്കൊണ്ട് ഉറച്ചു നിന്ന് മുന്നേറാൻ സാധിക്കാതെ പിന്തിരിഞ്ഞുപോയ എത്രയെത്ര ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പൊ സഹോദരങ്ങളെ, ക്ഷമ എന്നത് വളരെ അനിവാര്യമായ ഒരു സംഗതിയാണ്. നാലാമതായി ഗ്രന്ഥകാരൻ നമുക്ക് പഠിപ്പിക്കുന്ന മസ്അല ആ മാർഗത്തിലുള്ള ക്ഷമയാണ്. ക്ഷമയെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ചില കാര്യങ്ങൾ കൂടെ നമ്മൾ അതിനോട് കൂട്ടി വായിക്കേണ്ടതുണ്ട്. പണ്ഡിതന്മാര് പറയുന്നു, വസ്സബുറു അൻവാഉൻ സലാസ, ക്ഷമ 3 ഇനങ്ങളുണ്ട് ക്ഷമക്ക്. ക്ഷമ എന്നാൽ 3 ഇനങ്ങളുണ്ട് ക്ഷമക്ക്. 3 ഇനങ്ങളുള്ള ക്ഷമ, അതായത് ക്ഷമക്ക് 3 ഇനങ്ങളുണ്ട്. ഒന്ന് സബുറുൻ അലത്വാ, അള്ളാഹുവിനെ അനുസരിക്കുന്ന വിഷയത്തിലുള്ള ക്ഷമ. ആരാധന ചെയ്യാൻ ക്ഷമയോടെ, നോമ്പനുഷ്ഠിക്കാൻ ക്ഷമയോടെ, ജമാഅത്ത് നമസ്കാരത്തിന് പോകാൻ ക്ഷമയോടെ, ഇസ്ലാമികമായ അധ്യാപനങ്ങൾ ജീവിതത്തിൽ പകർത്താൻ, അങ്ങനെ ആരാധന ചെയ്യണമെങ്കിൽ ക്ഷമ ആവശ്യമാണ്. ഒന്ന്, അത് വിശദീകരണം ആവശ്യമാണ്, മറ്റു സന്ദർഭങ്ങളിൽ നമുക്ക് വിശദീകരിക്കാം. 2 വസബുറുൻ അനിൽ മഅസിയ, തെറ്റുകുറ്റങ്ങളിൽ നിന്ന് ക്ഷമിക്കുക. അതായത് ഹറാമ് കാണാൻ കണ്ണിന് വല്ലാത്ത താല്പര്യമുണ്ട്, ക്ഷമ കൈക്കൊള്ളുന്നു. ഹറാമ് ചെയ്യാൻ, സമ്പാദിക്കാൻ, അങ്ങനെ ഹറാമിനോട് തെറ്റായ കാര്യങ്ങൾ ചെയ്യാൻ നമ്മുടെ മനസ്സ് നമ്മെ വല്ലാതെ ക്ഷണിക്കുന്നു, പക്ഷേ നാം പിടിച്ചു നിൽക്കുന്നു ക്ഷമയോടെ. അത് സബുറുൻ അനിൽ മഅസിയ, അതാണ് 2ാമത്തെ ഇനം. 3ാമത്തേത് വസബുറുൻ അലൽ അദാ, ഉപദ്രവങ്ങൾ ഉണ്ടാകുമ്പോഴുള്ള ക്ഷമ. ഉപദ്രവങ്ങൾ ഉണ്ടാകുമ്പോഴുള്ള ക്ഷമ. വഹുവൽ മുറാദു ഹുന ബിഅൻ തസ്ബിറ അലൽ അദാ അല്ലദി യനാലുക ഫീ ത്വരീഖി തബ്ലീഗിക ലിദീനില്ലാഹി അസ്സ വജൽ, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. വൽ മുറാദു ഹുന, വഹുവൽ മുറാദു ഹുന, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. എന്ത്? ബിഅൻ തസ്ബിറ, നീ ക്ഷമിക്കണം. അലൽ അദാ, നിനക്ക് പ്രയാസങ്ങളും ഉപദ്രവങ്ങളും ഉണ്ടാകുമ്പോൾ. എപ്പോൾ? അല്ലദി യനാലുക ഫീ ത്വരീഖി തബ്ലീഗിക ലിദീനില്ലാഹി അസ്സ വജൽ, അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് നീ ക്ഷണിക്കുന്ന മാർഗത്തിൽ നിനക്ക് ഉപദ്രവങ്ങൾ ഉണ്ടാകുമ്പോൾ നീ ക്ഷമിക്കുക എന്നതാണ് ക്ഷമയിൽ 3ാമത്തെ ഇനമായി പണ്ഡിതന്മാര് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ആ വിഷയത്തിൽ നമുക്ക് ക്ഷമ അനിവാര്യമാണ്. ഇപ്പോൾ പറഞ്ഞ ഈ 4 മസ്അലകൾ മഹാനായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹു തആല അദ്ദേഹത്തിന്റെ അൽ ഉസൂൽ സലാസ എന്ന ഗ്രന്ഥത്തിൽ ആമുഖമായി ഓരോ മനുഷ്യനും അറിയേണ്ട അനിവാര്യമായ 4 മസായിലുകൾ പറഞ്ഞല്ലോ. അതിനുള്ള തെളിവായി ഷെയ്ഖ് കൊണ്ടുവന്നിട്ടുള്ളത് വിശുദ്ധ ഖുർആനിലെ ഒരു ചെറിയ അധ്യായമാണ്. മസ്അലകൾ മാത്രം പറഞ്ഞാൽ പോരല്ലോ, അതിന് തെളിവ് വേണമല്ലോ. അതിനുള്ള തെളിവാണ് വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ അസ്ർ. വൽ അസ്ർ, കാലം തന്നെയാണ് സത്യം. ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, മനുഷ്യൻ നഷ്ടത്തിൽ തന്നെയാണ്. തീർച്ചയായും മനുഷ്യൻ നഷ്ടത്തിൽ തന്നെയാണ്. ഇല്ലല്ലദീന വിശ്വസിച്ചവരൊഴികെ, വഅമിലുസ് സ്വാലിഹാത്തി, സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചവരൊഴികെ, വതവാസൗ ബിൽ ഹഖി വതവാസൗ ബിസ് സബ്ർ, ക്ഷമ കൊണ്ട് പരസ്പരവും ഉപദേശിക്കുകയും അതേപോലെ ഹക്ക് കൊണ്ട് പരസ്പരം ഉപദേശിക്കുകയും ചെയ്തവരൊഴികെ, സത്യം കൊണ്ടും ക്ഷമ കൊണ്ടും പരസ്പരം ഉപദേശിച്ചവരൊഴികെ എന്നാണ്. ഇതാണ് ഇപ്പോൾ നമ്മൾ വിശദീകരിച്ചു കഴിഞ്ഞ ഈ 4 മസ്അലകൾക്കുള്ള വിശുദ്ധ ഖുർആനിൽ നിന്നുള്ള തെളിവ്. വൽ അസ്ർ, എന്താ വൽ അസ്ർ എന്ന് പറഞ്ഞാൽ? അസ്ർ എന്ന് പറഞ്ഞാൽ ഹുവ സമാൻ, കാലം എന്നാണ് അതിന്റെ അർത്ഥം. കാലത്തെ കൊണ്ട് അള്ളാഹു സത്യം ചെയ്യുകയാണ്. വഖദ് അഖ്സമ അല്ലാഹു അസ്സ വജൽ ബിഹി ലിശറഫിഹി, കാലത്തിന് ചില പ്രത്യേകതകൾ ഉള്ളതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല കാലത്തെ കൊണ്ട് സത്യം ചെയ്യുന്നു. വല്ലാഹു അസ്സ വജൽ ലഹു അൻ യുഖ്സിമ ബിമാ ശാഅ മിൻ മഖ്ലൂഖാതിഹി, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പടപ്പുകളിൽ നിന്ന് അവൻ ഉദ്ദേശിക്കുന്നത് കൊണ്ട് സത്യം ചെയ്യും. അത് അല്ലാഹു അങ്ങനെ ചെയ്യുന്നു, പക്ഷെ നമുക്ക് അനുവദനീയമല്ല.
നമ്മൾ സത്യം ചെയ്യുമ്പോൾ അള്ളാഹിനെ കൊണ്ട് മാത്രമേ സത്യം ചെയ്യാവൂ. അത് നമ്മൾ ഈ വിഷയത്തിൽ മനസ്സിലാക്കണം. അള്ളാഹു പലതുകൊണ്ടും സത്യം ചെയ്യും. പലതിൻ്റെയും പ്രാധാന്യവും പരിഗണിച്ചുകൊണ്ട് അള്ളാഹു അവൻ്റെ പടപ്പുകളിൽ നിന്ന് പലതിനെ കൊണ്ടും സത്യം ചെയ്യും. ഇവിടെ അള്ളാഹു സത്യം ചെയ്തിരിക്കുന്നത് കാലത്തെ കൊണ്ടാണ്. എന്നിട്ട് അള്ളാഹു നോക്കൂ, ഈ അധ്യായത്തിന്റെ സൂറത്തുൽ അസറിന്റെ ശൈലി നോക്കൂ. കാലത്തെ കൊണ്ട് അള്ളാഹു സത്യം ചെയ്ത് വളരെ പരമപ്രധാനമായ ഒരു കാര്യം ഊന്നി പറയുകയാണ്. 3 നിലക്ക് അള്ളാഹു, അതായത് ആദ്യം സത്യം ചെയ്തു, പിന്നെ ഉറപ്പിച്ചു പറഞ്ഞു, പിന്നെയും സത്യം ചെയ്തിട്ടാണ് ഒരു കാര്യം അള്ളാഹ് പറയാൻ പോണത്. വൽ അസ്ർ, കാലം തന്നെ സത്യം. അവിടെ ഖസമുണ്ട്, സത്യമുണ്ട്. പിന്നെ അള്ളാഹ് പറഞ്ഞത് ഇന്നൽ ഇൻസാന, ഇന്ന പ്രയോഗിച്ചു. ഇന്ന മുഅക്കദ, അതായത് ഉറപ്പിച്ചു പറയാൻ വേണ്ടി ഉപയോഗിക്കുന്ന പദാണ് അറബിയിൽ ഇന്ന. പിന്നെയും അള്ളാഹ് വീണ്ടും സത്യം ചെയ്തു, ലഫീ ഖുസ്ർ, നഷ്ടത്തിൽ തന്നെയാണ്. അവിടെയും സത്യമുണ്ട്. ഇങ്ങനെ അള്ളാഹു സത്യം ചെയ്ത് 3 തവണ ഉറപ്പിച്ചു പറയാൻ എന്താ അള്ളാഹ് പറയുന്നത്? മനുഷ്യന്മാര് നഷ്ടത്തിലാണ്, സർവ മനുഷ്യരും നഷ്ടത്തിലാണ്. വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, മനുഷ്യന്മാര് നഷ്ടത്തിലാണ്. മുഴുവൻ മനുഷ്യരും നഷ്ടത്തിലാണെന്ന് പറഞ്ഞ് അള്ളാഹു ചില ആളുകളെ അതിൽ നിന്ന് ഒഴിവാക്കുന്നു. ആരാണ് ഒഴിവാക്കി പറഞ്ഞവർ? വഹാഉലാഇൽ മുസ്തസ്നൂന ഹുമുല്ലദീന ഹഖഖു ഹാദിഹിൽ മസാഇൽ അർബഅ. ഈ നഷ്ടത്തിൽ നിന്ന് ഒഴിവാക്കി പറഞ്ഞ 4 വിഭാഗം ആളുകളുണ്ടല്ലോ, ഈ നഷ്ടത്തിൽ നിന്ന് ഒഴിവാക്കി പറഞ്ഞ 4 ഗുണങ്ങളുള്ള ആളുകളുണ്ടല്ലോ, 4 വിഭാഗമല്ല, 4 ഗുണങ്ങളുള്ള വിഭാഗമുണ്ടല്ലോ, അവർ ഹഖഖു, അവർ യാഥാർത്ഥ്യമാക്കിയവരാണ്. ഹാദിഹിൽ മസാഇൽ അർബഅ, നാം ഇപ്പോൾ വിശദീകരിച്ചു കഴിഞ്ഞ ഈ 4 മസ്അലകൾ ജീവിതത്തിൽ യാഥാർത്ഥ്യമാക്കിയവരാണ് അള്ളാഹു നഷ്ടത്തിൽ നിന്ന് ഒഴിവാക്കി പറഞ്ഞ ഈ വിഭാഗം ആളുകൾ. ആരാണവർ? 1 ആമനു, ഇല്ലല്ലദീന ആമനു, അല്ലേ, വിശ്വസിച്ചവരൊഴികെ. അപ്പോൾ ഒന്നാമത് അവരുടെ ഗുണം ആമനു, അവർ വിശ്വസിച്ചു എന്നാണ്. എന്താണ് ആമനു എന്ന് പറഞ്ഞാൽ? ഫതഅല്ലമു, അവർ പഠിച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം. അതായത് അവർക്ക് ശരിയായ വിശ്വാസം ഉൾക്കൊള്ളണമെങ്കിൽ, ശരിയായ വിശ്വാസം മനസ്സിലാകണമെങ്കിൽ പഠിക്കൽ അനിവാര്യമാണല്ലോ. അതുകൊണ്ട് അവർ പഠിച്ചു, യഥാർത്ഥ നിലക്ക് വിശ്വസിച്ചു. 1, അതാണ് ഒന്നാമത്തെ മസ്അല, ഇൽമു നേടുക എന്നുള്ളത്. ശരിയായ ഇൽമു നേടിയെങ്കിലേ അള്ളാഹിനെ മനസ്സിലാക്കാൻ പറ്റൂ, റസൂലിനെ മനസ്സിലാക്കാൻ പറ്റൂ, ഇസ്ലാം ദീനിനെ മനസ്സിലാക്കാൻ പറ്റൂ. ശരിയായ ദീന് പഠിച്ച് അവർ വിശ്വസിച്ചു. 1. 2, വഅമിലുസ് സ്വാലിഹാത്തി, അവർ സൽക്കർമ്മങ്ങൾ ചെയ്തു. എന്താ അതിന്റെ അർത്ഥം? അമിലു ബഅദമാ അലിമു, അവരറിഞ്ഞതനുസരിച്ച് അമല് ചെയ്തു. അതാണല്ലോ രണ്ടാമത്തെ മസ്അല. മനസ്സിലാക്കിയ കാര്യം അത് അമല് ചെയ്യലാണ്. അതുകൊണ്ട് ആ കാര്യം പ്രാവർത്തിക ലോകത്ത് കൊണ്ടുവരലാണ്. 3, വതവാസൗ ബിൽ ഹഖ്, അവർ സത്യം കൊണ്ട് ഉപദേശിച്ചു എന്ന് പറഞ്ഞാൽ ദഅഉ ഇലല്ലാഹ്, അറിഞ്ഞ സത്യത്തിലേക്ക് ആ സത്യം ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുത്തു എന്ന് പറഞ്ഞാൽ അള്ളാഹുവിലേക്ക് അവർ ക്ഷണിച്ചു. അതാണല്ലോ 3ാമത്തെ മസ്അല, അള്ളാഹുവിലേക്കുള്ള ക്ഷണം. 4, വതവാസൗ ബിസ്സബ്ർ, ക്ഷമ കൊണ്ട് പരസ്പരം ഉപദേശിച്ചു. അതായത് സ്വബറു, അവർ ക്ഷമിച്ചു. അലാമായ യതീഹിം മിനൽ അദാ ഫീ ത്വരീഖി ഹാദദ്ദീൻ, ഈ മതത്തിന്റെ പ്രബോധന മാർഗത്തിൽ അനുഭവിക്കേണ്ടി വരുന്ന പ്രയാസങ്ങളിൽ അവർ ക്ഷമിച്ചു. അതാണല്ലോ 4ാമത്തെ മസ്അലയായി ഷെയ്ഖ് തന്റെ റിസാലയിൽ ആദ്യമായി കൊണ്ടുവന്നത്. അപ്പൊ ഈ 4 മസ്അലകൾക്കുള്ള തെളിവ് വിശുദ്ധ ഖുർആനിൽ നിന്ന് സൂറത്തുൽ അസ്റാണ്. അപ്പൊ ഈ 4 മസ്അലകൾ നമ്മൾ വിശദീകരിച്ചു കഴിഞ്ഞു. ഇനി നോക്കൂ, മഹാനായ ഷെയ്ഖ് റഹിമഹുല്ലാഹു തആല പറയുകയാണ്. അദ്ദേഹം പറയുന്നു, ഖൗലുഹു ഖാല ശാഫിഈ റഹിമഹുല്ലാഹു തആല, ഇമാം ഷാഫിഈ റഹിമഹുല്ലാഹു തആല പറഞ്ഞു. എന്താ ഇമാം ഷാഫി പറഞ്ഞത്? ലൗ മാ അൻസലല്ലാഹു അലാ ഖൽഖിഹി ഹുജ്ജതൻ ഇല്ലാ ഹാദിഇ സൂറ ലകഫതുഹും, അല്ലാഹു സുബ്ഹാനഹു വ തആല തന്റെ ദാസന്മാർക്ക് പ്രമാണമായി തെളിവായി ഈ സൂറത്തല്ലാതെ മറ്റൊന്നും ഇറക്കിയിട്ടില്ലായിരുന്നെങ്കിൽ പോലും ഈ സൂറത്ത് മാത്രം മതി അവന്റെ അടിമകൾക്ക് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സൂറത്ത് കൊണ്ട് മാത്രമേ ഇറക്കിയിട്ടുള്ളൂ, വേറൊന്നും ഇറക്കിയിട്ടില്ലെങ്കിൽ ഇത് മതി മനുഷ്യന് ജീവിക്കാൻ, നന്നായി ജീവിക്കാൻ എന്നാണ് ഇമാം ഷാഫിഈ റഹിമഹുല്ലാഹു തആല പറഞ്ഞത്. എന്തുകൊണ്ടാണ് ഇമാം ഷാഫിഈ റഹിമഹുല്ലാഹു തആല അങ്ങനെ പറഞ്ഞത്? ആരാണ് ഇമാം ഷാഫിഈ? ഇമാം ഷാഫിഈ, അദ്ദേഹത്തിന്റെ പേര് ഹുവ മുഹമ്മദ് ബിൻ ഇദ്രീസ് ഷാഫിഈ റഹിമഹുല്ലാഹു തആല. മുഹമ്മദ് ബിൻ ഇദ്രീസ് ഷാഫിഈ അൽ ഇമാമുൽ മഷ്ഹൂർ വൽ മഅറൂഫ്, അറിയപ്പെട്ട
അറിയപ്പെട്ട ഇമാമാണ് അദ്ദേഹം. ഇമാം ഷാഫി അറിയപ്പെട്ട ഒരു ഇമാമാണ്. 4 മദ്ഹബിന്റെ ഇമാമുകളിൽ അറിയപ്പെട്ട മഷ്ഹൂറായ ഒരു ഇമാമാണ് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി. എന്താണ് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി പറഞ്ഞത്? സൂറത്തുൽ അസ്ർ തന്നെ മതി, വേറെ ഒന്നും ഇറങ്ങിയിട്ടില്ലെങ്കിലും ഇറക്കപ്പെട്ടിട്ടില്ലെങ്കിലും അത് തന്നെ മതി മനുഷ്യർക്ക് ജീവിക്കാൻ എന്ന്, നന്നായി ജീവിക്കാൻ എന്ന്. എന്തുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞത്? ഇന്നമാ ഖാല ദാലിക്, ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി തആല അങ്ങനെ പറഞ്ഞത് ലി അജലി ഇളമി ശഅനി ഹാദിഹി സൂറ, ഈ അധ്യായത്തിന്റെ പ്രത്യേകതയും മഹത്വവും കൊണ്ടാണ് എന്ത് ചെയ്തത് ഇമാം ഷാഫി റഹിമഹുല്ലാഹു തആല അങ്ങനെ പറഞ്ഞത്. മാത്രമല്ല ഫമഅ അന്നഹാ മുഖ്തസറ, ഈ അധ്യായം വളരെ ചെറിയ അധ്യായമാണ്. വഖലീല, സംക്ഷിപ്തവും ചെറിയതുമാണ്. വഖലീലത്തുൽ ആയാത്ത്, അപ്പോൾ മുഖ്തസറാണ്, മാത്രമല്ല കുറഞ്ഞ ആയത്തുകളേ ഉള്ളൂ. ഇല്ല അന്നഹാ ഹവത്ത് മആനിൻ ജലീലത്തിൻ അളീമ, മാത്രവുമല്ല മഹനീയമായ ആശയങ്ങൾ ആ അധ്യായം ഉൾക്കൊള്ളുകയും ചെയ്തിട്ടുണ്ട്. ലൗ ഫക്കറ നാസു ഫീഹ, ജനങ്ങൾ ഈ അധ്യായത്തെക്കുറിച്ച് ചിന്തിച്ചിരുന്നെങ്കിൽ, എങ്ങനെ ചിന്തിച്ചിരുന്നെങ്കിൽ, വലൗ മാ അൻസലല്ലാഹു അലാ ഖൽഖിഹി ഇല്ലാ ഹാദിഹി സൂറ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സൂറത്തല്ലാതെ മറ്റൊന്നും തന്റെ പടപ്പുകൾക്ക് ഇറക്കി കൊടുത്തിട്ടില്ലായിരുന്നെങ്കിൽ പോലും തകൂനു ത്വരീഖൻ ലഹും വനിബ്റാസൻ യസ്തനീറൂന ബിഹി ഫീ ഹയാതിഹിം ലകാനത് ഖാഫിയ, അവരുടെ ജീവിതത്തിൽ അവർക്ക് പ്രഭചൊരിഞ്ഞ് നേരായ മാർഗത്തിലൂടെ അവർക്ക് സഞ്ചരിക്കാൻ ഈ അധ്യായം അവർക്ക് ധാരാളമായി മതി എന്നാണ് ഇമാം ഷാഫി റഹിമഹുല്ലാഹു തആല പറഞ്ഞ ആ കെലിമയുടെ, ആ വാചകത്തിന്റെ അർത്ഥം. ഇവിടെ നമുക്കുണ്ടാകുന്ന ചെറിയ ഒരു സംശയമുണ്ട്. അതെന്താണ്? ഖുർആനിൽ ധാരാളം ഉപദേശങ്ങൾ ഇല്ലേ, ധാരാളം വിധിവിലക്കുകൾ ഉള്ള ആയത്തുകൾ വേറെ ധാരാളം ഉണ്ട്, അധ്യായങ്ങൾ. പിന്നെ എങ്ങനെയാണ് ഇമാം ഷാഫി റഹിമഹുല്ലാഹു തആല സൂറത്തുൽ അസ്ർ മാത്രം മതി എന്ന് പറയാ? സൂറത്തുൽ അസ്ർ മാത്രം അത് മാത്രമേ ഇറക്കപ്പെട്ടിട്ടുള്ളൂ എങ്കിൽ പോലും അതുമാത്രം മതി എന്ന് പറയാൻ കാരണം എന്താണ്? അവിടെ നമുക്ക് തെറ്റിദ്ധാരണ ഉണ്ടാകരുത്. എന്താണ് ഇമാം ഷാഫി റഹിമഹുല്ലാഹു തആല ഉദ്ദേശിച്ചത്? പണ്ഡിതന്മാർ പറഞ്ഞു, അറാദ റഹിമഹുല്ലാഹു തആല, ഇമാം ഷാഫി റഹിമഹുല്ലാഹു തആല ഉദ്ദേശിച്ചത് അന്ന ഹാദിഹി സൂറ, അതായത് സൂറത്തുൽ അസ്ർ തക്ഫീഹിം, മനുഷ്യർക്ക് മതി, ഫിൽ വഅലി, ഉപദേശത്തിൽ ധാരാളം ആശയങ്ങൾ ഉൾക്കൊണ്ട ഒരു അധ്യായം എന്ന നിലക്ക് ജനങ്ങൾക്ക് ഉപദേശം സ്വീകരിക്കാൻ അധ്യായം മാത്രം മതി എന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. വലൈസ മുറാദുഹു, അതുകൊണ്ടുള്ള ഉദ്ദേശമില്ല അന്ന ഹാദിഹി സൂറ കാഫിയത്തുൽ ലിൽ ഖൽഖി ഫീ ജമീഇ ശരീഅ, ശരീഅത്ത് പരിപൂർണമായ നിലക്ക്, ശരീഅത്തിന്റെ പൂർണ്ണമായ വിധിവിലക്കുകൾ ഈ അധ്യായത്തിൽ ഉൾക്കൊണ്ടിട്ടുണ്ട് എന്ന നിലക്കല്ല ഇമാം ഷാഫി റഹിമഹുല്ലാഹു തആല പറഞ്ഞത്. മറിച്ച് ഈ അധ്യായത്തിന്റെ പ്രാധാന്യവും പ്രസക്തിയും കണക്കിലെടുത്തുകൊണ്ടാണ് മഹാനായ ഇമാം ഷാഫിഈ റഹിമഹുല്ലാഹു തആല അങ്ങനെ വിശദീകരിച്ചത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. പണ്ഡിതന്മാർ ആ നിലക്ക് നമുക്ക് വിശദീകരിച്ചു തന്നിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് നമുക്ക് വിശദീകരിക്കുവാനുള്ളത്. ഇപ്പോൾ 4 മസായിലുകൾ, നിർബന്ധമായും അറിയേണ്ട 4 മസ്അലകൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു, വിശദീകരിച്ചു കഴിഞ്ഞു. ഇൻഷാ അല്ലാഹ് ഇനി ബാക്കിയുള്ള ഭാഗങ്ങൾ അടുത്ത ക്ലാസ്സുകളിലൂടെ നമുക്ക് വിശദീകരിക്കാവുന്നതാണ്. കേൾക്കുന്ന കാര്യങ്ങൾ കൃത്യമായി പഠിക്കുകയും മനസ്സിലാക്കുകയും സംശയങ്ങളുണ്ടെങ്കിൽ പണ്ഡിതന്മാരോട് ചോദിക്കുകയും അന്വേഷിക്കുകയും ചെയ്ത് കാര്യങ്ങൾ കൂടുതൽ പഠിക്കണമെന്ന് സർവരെയും ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.